പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് വെള്ളാളി ക്ഷേത്രത്തിലാണ്. അവിടെ അശ്വതി പൊങ്കാലയാണ് ഇന്നുള്ളത്. അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമായിരിക്കും ഇനി ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത്. കിടിലൻ കാഴ്ചകളും വിശേഷങ്ങളും തന്നെയാണ് ആ ക്ഷേത്രത്തിലുള്ളത്. നല്ല തിരക്കും നല്ല അന്തരീക്ഷവും തന്നെയാണ്. ഈ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് വെള്ളാളി അമ്മ ഉള്ളത്. എല്ലാ ക്ഷേത്രങ്ങളിലും പൊങ്കാലയ്ക്ക് പണ്ടാര അടുപ്പാണ് വയ്ക്കുന്നത്. എന്നാൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നാഗപ്പാലയാണ് വയ്ക്കുന്നത്. അതാണ് ആ ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ ഐതിഹ്യം. നല്ല കിടിലൻ രീതിയിൽ തന്നെയാണ് നാഗപ്പാല ചെയ്തിരിക്കുന്നത്. നല്ല ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നല്ല കിടിക്കാച്ചിയായിട്ടാണ് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി. പൊങ്കാലയ്ക്ക് എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. ഇനി നാഗപ്പാലയിൽ തീ കൊളുത്തിയാൽ മാത്രമേ ഇവർക്ക് പൊങ്കാല ഇടാനുള്ള ഇതുണ്ടാവൂ. അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇങ്ങനെ നല്ല തിരക്കും ഒക്കെ തന്നെയാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മളിപ്പോ വെള്ളാളി അമ്മയുടെ നടയിലാണ് ഉള്ളത്. അവിടുത്തെ അശ്വതി പൊങ്കാലയുടെ കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊങ്കാലയ്ക്ക് തീ പകർന്നു കഴിഞ്ഞു. ഇനി ഒരു പുക പടലമായിരിക്കും ഇവിടെ. കണ്ടില്ലേ, തീ കൊളുത്തി കഴിഞ്ഞു. ഇനി എല്ലാവരും അതിന്റെ തിരക്കിലേക്കായിരിക്കും പോകുന്നത്. തരാൻ വരിയെന്ന് പറഞ്ഞു. നമ്മളവിടെ ഇരിക്കാന്ന് വിചാരിച്ചു കൊടുക്കുമ്പോൾ. അപ്പം നിങ്ങൾ വരിയെന്ന് പറഞ്ഞു. നമ്മളെ ചെന്ന് രണ്ടും കൂടെ ഫസ്റ്റിലെ ചെന്ന് മാറ്റോട്ടിഞ്ഞ് പോകുന്നു. കഞ്ഞി കുടിക്കാൻ കഞ്ഞി കുടിക്കാണെന്ന് മനസ്സിലായി വോയിസ് ഇട്ട് പറഞ്ഞു. നമ്മളെ കഞ്ഞി വാങ്ങിച്ചു തന്നു.
നമ്മളിപ്പോൾ ഉള്ളത് വെള്ളായണി ക്ഷേത്രത്തിലാണ് ഉള്ളത്. അവിടുത്തെ അശ്വതി പൊങ്കാലയുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലക്കിടുക കാഴ്ചകളും വിശേഷങ്ങളും തന്നെയാണ് ഇവിടെ ഉള്ളത്. നല്ല കൊള്ളാം. എല്ലാവരും പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നിവേദ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. നിവേദിക്കാൻ സമയമായി കഴിഞ്ഞു. ഇപ്പോൾ ഉടൻ തന്നെ നിവേദ്യത്തിന് ആളെ വന്നു കഴിഞ്ഞു. നിവേദ്യം തുടങ്ങി കഴിഞ്ഞ്. അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മളിപ്പോ ഈ വീഡിയോയിൽ കാണുന്നത്. നിവേദിക്കാൻ ആളെത്തിത നിവേദിച്ചുകൊണ്ട് വരികയാണ്. കിടിലൻ കാഴ്ചകൾ തന്നെയാണ് ഈ വീഡിയോയിലൂടെ നീളമുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം തന്നെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത് ഒരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബായ്. എല്ലാവർക്കും വെള്ളായണി അമ്മയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു.